Hello guys, welcome to our channel. Homework by Malu Sambus. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടോ, ഇത് ചോളത്തിന്റെ ഉപ്പുമാവ് റവയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഇതിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ അത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വാങ്ങിച്ചത് വെച്ചോ, കാരണം അമ്പാടിയൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പണ്ട് നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതായിരുന്നു ഉപ്പുമാവ്, ചെറിയ ഓർമ്മയുണ്ട്. അതിനുശേഷം ഞാൻ കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബൈ ഗൈസ്. ഉപ്പുമാവ് റെഡിയാക്കാനുള്ള ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകും വറ്റൽമുളകും കൂടെ ഇട്ട് താളിക്കുക. അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലത്തെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ക്യാരറ്റ്, പച്ചമുളക്, പിന്നെന്താണ് ഇഞ്ചി, സവാള, ഇത് ഇത്രയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. ഈ ക്യാരറ്റിലും ഉള്ളിയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ചോളത്തിൻ്റെ ഈ റവ വറുത്ത് വെച്ചിരിക്കുന്നതാണ് പാക്കറ്റിൽ വന്നിരിക്കുന്നത്. എന്നാൽ കൂടി ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒന്ന് വറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ക്യാരറ്റിൻ്റെ ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്ത് മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുത്തതാണ്. ഇത് റവ ഉപ്പുമാവ് മറ്റേത് വയ്ക്കുമല്ലോ, സാധാ ഉപ്പുമാവ് നമ്മൾ വയ്ക്കുമല്ലോ, അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുക. ഇല്ല ചിലവർ അല്ലാതെ വെള്ളം ഒഴിച്ച് വേവിക്കാറുണ്ട് കേട്ടോ. ചില വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെയാണ് കണ്ടുള്ളത്. പക്ഷേ ഞാൻ ഇതിലായാലും മറ്റേതിൽ ഉപ്പുമാവിലായാലും തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നല്ലതുപോലെ തിളച്ചത് ഇതുപോലെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചോളത്തിൻ്റെ റവപ്പൊടി ഇതിലേക്ക് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. തട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നല്ലതുപോലെ ഇളക്കിയാൽ മാത്രമേ അത് കട്ട പിടിക്കാതിരിക്കുകയുള്ളൂ. നല്ല തുറ ഉള്ള ഉപ്പുമാവ് വേണമെങ്കിൽ കട്ട പിടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ലതുപോലെ ഇളക്കുന്നത്. നല്ലതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ കിട്ടും. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മതി. ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ചുകൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം കൊടുക്കണം കേട്ടോ. അപ്പോഴും നല്ല തുറയിരിക്കുന്ന ഉപ്പുമാവ് ഇവിടെ റെഡിയാവും ഗേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തത്തിപ്പൊത്തി അടച്ചു വയ്ക്കാം. അപ്പോൾ എൻ്റെ വെറുംചായ ഇവിടെ കിടന്ന് തിളയ്ക്കുകയാണ്. അപ്പോൾ വെറുംചായയും ഉപ്പുമാവും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഗേസ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. പക്ഷേ വട്ടത്താമര ഇല ഉണ്ടല്ലോ, വട്ടയില, അതിലാണ് വെച്ച് കഴിക്കുന്നതിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് 3 ഗ്ലാസ്സിൽ വെറുംചായ ഇരിക്കുന്നത്. വിച്ചുവും കൂടെ ഇന്നിവിടെ ഉണ്ട്, കുഞ്ഞമ്മേരെ മോന്. അപ്പോൾ അവൻ എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടിരിക്കും. ഇത് രാവിലെ തന്നെ ഫ്രഷായിട്ട് ചൂടോടെ ചോളത്തിൻ്റെ ഉപ്പുമാവും വെറുംചായയും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. നല്ല എന്ന് വെച്ചാൽ പഴയ ആ ഒരു നമ്മൾ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഉപ്പുവിനൊരു പ്രത്യേക മണമാണ് ഈ ചോളത്തിൻ്റെ ഉപ്പുമാവ് എന്ന് പറയുന്നത്. ആ ഒരു മണമൊക്കെ കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല കുശാലായിരുന്നു കേട്ടോ. അപ്പോൾ ഗെയ്സ്, പഴമയുടെ രുചിയായി ചോളത്തിൻ്റെ ഉപ്പുമാവ് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് കൊതിയാവുന്നുണ്ടെങ്കിൽ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ റെസിപ്പിയാണ്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെയും വെറുംചായയുടെയൊക്കെ പെട്ടെന്നൊന്ന് തത്തിപ്പത്തി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ഉപ്പുമാവാണ് ഗെയ്സ്. അങ്ങനെ ഞാൻ അമ്പാടിയുടെയും വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു നല്ല സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.